വാർത്തകൾ വിശദമായി. മൂന്നാറിൽ തോട്ടം തൊഴിലാളികൾ നടത്തിവന്ന സമരം വിജയിച്ചു. 9 ദിവസമായി തുടരുന്ന സമരം ഒത്തുതീർന്നതോടെ മൂന്നാറിൽ തൊഴിലാളികൾ ആഹ്ലാദ പ്രകടനത്തിലാണ്. തൊഴിലാളികളും എസ് രാജേന്ദ്രൻ MLAയും നടത്തിയ പോരാട്ടത്തിനൊടുവിലാണ് സമരം വിജയം കണ്ടത്. സമരം അവസാനിക്കുന്നതുവരെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ സമരവേദിയിൽ തുടർന്നു. രാവിലെ 11-ന് VS സമരമുഖത്തെത്തിയതോടെ സമരക്കാർ ആവേശത്തിലായി. തുടർന്ന് സമരം ഒത്തുതീർപ്പാക്കുന്നതുവരെ താൻ തൊഴിലാളികൾക്കൊപ്പം ഇരിക്കുമെന്ന് VS പ്രഖ്യാപിച്ചു. സർക്കാരും കമ്പനിയും തീരുമാനമെടുക്കുന്നിടം വരെ ഞാൻ ഈ സമരക്കാരുടെ കൂടെ തന്നെ ഇരിക്കുന്നതാണ്. പിന്നീട് മഹിളാ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ, RMP നേതാവ് KK രമ എന്നിവർ പിന്തുണയുമായി എത്തിയെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് ഇവർക്ക് പിൻവാങ്ങേണ്ടി വന്നു. പിന്നീടെത്തിയ മന്ത്രി ജയലക്ഷ്മിക്കും സമരക്കാരുടെ പ്രതിഷേധം ഏറ്റുവാങ്ങേണ്ടി വന്നു. കൊച്ചിയിൽ ചർച്ച പുരോഗമിക്കുമ്പോൾ സമരമുഖത്ത് പിരിമുറുക്കം നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. രാത്രി വിജയം പ്രഖ്യാപിക്കുന്നതുവരെ VS സമരക്കാർക്കൊപ്പമിരുന്നു. സമരം വിജയിച്ചതായുള്ള വാർത്തയെത്തിയതോടെ സമരമുഖത്ത് ആവേശം വാനോളമുയർന്നു. അച്യുതാനന്ദൻ അവർക്കും ഞങ്ങളെ കാത്തുകൊടുത്ത പോലീസ് അധികാരികൾക്കും എല്ലാവർക്കും മിക 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 തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എസ് രാജേന്ദ്രൻ MLA നടത്തിവന്ന നിരാഹാര സമരം നാളെ അവസാനിപ്പിക്കും. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ നിരാഹാരമനുഷ്ഠിക്കുന്ന MLAയ്ക്ക് സമരപ്പന്തലിലെത്തി അഭിവാദ്യമർപ്പിച്ചു. കഴിഞ്ഞ 9 ദിവസമായി മൂന്നാർ സാക്ഷ്യം വഹിച്ച തൊഴിലാളി സമരത്തിന് ആവേശം നിറഞ്ഞ അന്തരീക്ഷത്തിൽ സമാപനമായി. எங்களுக்கு இந்த நாள் மறக்க முடியாத நாளா மாறும். பெண்கள் வர்க்கத்துக்கு மாறும். அடிமைத்தன மாறும். മൂന്നാറിൽ നിന്നും സമീർ വഴങ്ങോടിനൊപ്പം സാലി മുഹമ്മദ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ചേർന്ന മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് സമരം ഒത്തുതീർപ്പായത്. ബോണസ് വർദ്ധിപ്പിക്കണമെന്ന തൊഴിലാളികളുടെ ആവശ്യത്തിന് കണ്ണൻ ദേവൻ കമ്പനി വഴങ്ങി. വേതന വർധനവ് സംബന്ധിച്ച ആവശ്യം ഈ മാസം 26-ന് ചർച്ച ചെയ്യും. 20% ബോണസ് എന്ന തൊഴിലാളികളുടെ ആവശ്യത്തിൽ 8.33% ബോണസും ബാക്കി 11.67% എസ്ഗ്രേഷ്യയായും നൽകാൻ കമ്പനി തീരുമാനിച്ചു. ഇത് ഈ മാസം 21-നകം നൽകും. ദിവസവേതനം സംബന്ധിച്ച് ഈ മാസം 26-ന് ചേരുന്ന പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയിൽ തീരുമാനമുണ്ടാകുമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. വേതന വർധനവിനെക്കുറിച്ച് തൊഴിലാളികൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. തോട്ടം തൊഴിലാളികളുടെ വേതന വർധനവ് അത് അനേക വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റം പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി വിളിച്ചുകൂട്ടി ചർച്ച ചെയ്ത് പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കുന്നത്. തൊഴിലാളികളുടെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പ്ലാന്റേഷൻ ലേബർ ആക്ടിൽ ഭേദഗതി വരുത്തും. ആവശ്യങ്ങൾ അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സമരക്കാരെ പ്രതിനിധീകരിച്ചെത്തിയ തൊഴിലാളികൾ പറഞ്ഞു. 20% ബോണസ് കിട്ടിയതിൽ ഞങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ അത് ഏറ്റുകൊള്ളുന്നു. CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ, ജോയ്സ് ജോർജ് MP, ബിജുമോൾ MLA, കണ്ണൻ ദേവൻ കമ്പനി പ്രതിനിധികൾ എന്നിവരുമായി മന്ത്രിമാരായ ആര്യാടൻ മുഹമ്മദും ഷിബു ബേബി ജോണും ചർച്ചകൾ നടത്തി സമവായം രൂപപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് അവസാനവട്ട ചർച്ചകൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മൂന്നാർ സമരം മാനേജ്മെന്റുകൾക്കും തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കും പാഠമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. കോൺഗ്രസ് നേതാക്കൾ കമ്പനിയുടെ ഔദാര്യം പറ്റിയെങ്കിൽ പരിശോധിക്കുമെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. നമ്മുടെ ഇന്നത്തെ വ്യവസ്ഥിതിയിൽ തൊഴിലാളികളുടെ ജീവൽ പ്രശ്നങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ശ്രദ്ധിക്കാതെ അവഗണിച്ചു വരുന്ന മാനേജ്മെന്റുകൾക്കും അതുപോലെയുള്ളവർക്കും എന്ന് വേണ്ട നമ്മുടെ തൊഴിലാളി സമൂഹത്തിന് അതിന് നേതൃത്വം നൽകുന്ന എല്ലാവർക്കും രാഷ്ട്രീയ സമൂഹത്തിന് തന്നെ കണ്ണു തുറക്കാൻ ഈ സമരം ഒരു പാഠമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കൺസ്യൂമർ ഫെഡ് അഴിമതിയിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് മുറുകുന്നു. ചെയർമാൻ ജോയ് തോമസിനെ പുറത്താക്കണമെന്ന KPCC അധ്യക്ഷൻ VM സുധീരന്റെ കത്ത് ഐ ഗ്രൂപ്പ് തള്ളും. ചെയർമാനെ പുറത്താകാനാകില്ലെന്ന് കാണിച്ച് മന്ത്രി CN ബാലകൃഷ്ണൻ വിശദമായ മറുപടി കത്ത് നൽകും. അഴിമതി ആരോപണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ജോയ് തോമസിനെ കൺസ്യൂമർ ഫെഡ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നായിരുന്നു VM സുധീരന്റെ കത്ത്. മുഖ്യമന്ത്രി ഈ കത്ത് സഹകരണ വകുപ്പ് മന്ത്രിക്ക് കൈമാറി. കത്ത് കിട്ടിയാലുടൻ സുധീരന് വിശദമായി മറുപടി നൽകാനാണ് ഐ ഗ്രൂപ്പിന്റെ തീരുമാനം. ജോയ് തോമസ് അഴിമതിക്കാരനാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. വിശദ അന്വേഷണം ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല. ആരോപണം ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ ജോയ് തോമസിനെ പുറത്താക്കാനാകില്ല. ഇക്കാര്യം അറിയിച്ച് മന്ത്രി CN ബാലകൃഷ്ണൻ വിശദമായ മറുപടി കത്ത് സുധീരന് നൽകും.
ഗ്രൂപ്പ് തീരുമാനം അനുസരിച്ചാണ് മറുപടി. കൺസ്യൂമർ ഫെഡ് ചെയർമാനെ തെരഞ്ഞെടുപ്പ് നടത്തിയാണ് തീരുമാനിക്കുന്നത്. മന്ത്രിയല്ല ചെയർമാന് തീരുമാനിക്കുന്നതെന്ന സാങ്കേതികത്വവും മറുപടിയിൽ ചൂണ്ടിക്കാട്ടും. കോൺഗ്രസ് പുനഃസംഘടനയിൽ IA വിഭാഗങ്ങൾ സുധീറിനെതിരെ ഒരുമിച്ച് നീങ്ങുന്ന സാഹചര്യത്തിലാണ് പുതിയ കത്ത്. കത്തിനു പിന്നിൽ പ്രബല ഗ്രൂപ്പുകളെ തമ്മിലടിപ്പിക്കുന്ന ഉദ്ദേശം സുധീറിനുണ്ടെന്നും I ഗ്രൂപ്പ് നേതാക്കൾ കരുതുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബീഹാറിൽ സീറ്റ് വിഭജനം ചൊല്ലി NDAയിൽ തർക്കം തുടരുന്നു. ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ജിതൻ റാം മാഞ്ചിയുമായി BJP നേതാക്കൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. BJP മുന്നോട്ടുവെച്ച ഫോർമുല അംഗീകരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജിതൻ റാം മാഞ്ചി. അതിനിടെ അനധികൃതമായി പണം കൈവശം സൂക്ഷിച്ചതിന് ജിതൻ റാം മാഞ്ചിയുടെ മകൻ പ്രവീൺ മാഞ്ചിയെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തു. സീറ്റ് വിഭജനം സംബന്ധിച്ച് NDA നേതാക്കൾ നടത്തുന്ന മാരത്തോൺ ചർച്ചകൾ തുടർച്ചയായി പരാജയപ്പെടുകയാണ്. എത്ര സീറ്റുകളിൽ വീതം മത്സരിക്കണമെന്ന കാര്യത്തിൽ ഏകദേശ ധാരണ രൂപപ്പെട്ടെങ്കിലും ജയസാധ്യതയുള്ള സീറ്റുകളുടെ കാര്യത്തിൽ ഉറപ്പ് വേണമെന്ന സഖ്യകക്ഷികളുടെ പിടിവാശിയാണ് NDAയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്നലെ സീറ്റ് വിഭജനം സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ജിതിൻ റാം മാഞ്ചിയുമായി BJP അധ്യക്ഷൻ അമിത്ഷാ നടത്തിയ ചർച്ച ഫലം കാണാത്തതിനെ തുടർന്ന് പ്രഖ്യാപനമുണ്ടായില്ല. ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ ആവാമി മോർച്ചയ്ക്ക് 15 സീറ്റുകളാണ് BJP വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ 25 സീറ്റുകൾ വേണമെന്നും ജയസാധ്യതയുള്ള സീറ്റുകളുടെ കാര്യത്തിൽ ഉറപ്പ് വേണമെന്നുമാണ് മാഞ്ചിയുടെ ആവശ്യം. മാഞ്ചി ആവശ്യത്തിൽ ഉറച്ചുനിന്നതോടെ ചർച്ച തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. ഇന്ന് ചേരുന്ന NDA യോഗത്തിൽ സമവായമുണ്ടായാൽ സീറ്റ് വിഹിതം സംബന്ധിച്ച് BJP അധ്യക്ഷൻ അമിത്ഷാ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയേക്കും. 243 സീറ്റുകളിൽ BJP 162, രാംവിലാസ് പാസ്വാന്റെ LJP 41, RLSP 25, ഹിന്ദുസ്ഥാൻ ആവാമി മോർച്ച 15 എന്നിങ്ങനെയാണ് BJP മുന്നോട്ട് വച്ചിരിക്കുന്ന ഫോർമുല. ന്യൂസ് ബ്യൂറോ, ദില്ലി. മെക്ക ദുരന്തത്തിൽ മരിച്ച മലയാളിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. പാലക്കാട് സ്വദേശി മുഅമിനയുടെ മൃതദേഹമാണ് തിരിച്ചറിഞ്ഞത്. മെക്ക ദുരന്തത്തിൽ നടുക്കം വിട്ടുമാറാതെ മലയാളി കുടുംബം നാട്ടിലെത്തി. മലപ്പുറം വെസ്റ്റ് കോഡൂർ സ്വദേശി ഷാഹിനയും 4 മക്കളുമാണ് നാട്ടിലെത്തിയത്. ദുരന്തത്തിന്റെ ആഘാതം ഇനിയും വിട്ടുമാറിയിട്ടില്ലെന്ന് ഷാഹിന പറഞ്ഞു. സെപ്റ്റംബർ 10-നാണ് ജിദ്ദയിലുള്ള ഭർത്താവ് PA അബ്ദുൾ റഹ്മാന്റെ അടുത്തേക്ക് മലപ്പുറം വെസ്റ്റ് കോട്ടൂരിൽ നിന്നും ഭാര്യ ഷാഹിനയും മക്കളായ നേഷ്മ, റിസി നബിൽ, ഷൈമ, സസാദ് എന്നിവർ എത്തിയത്. ഈ യാത്രയിലാണ് ഹജ്ജ് തീർത്ഥാടനം നടക്കുന്ന മക്കയിലേക്ക് പോകാൻ ഇവർ തീരുമാനിച്ചതും അതിന്റെ ഭാഗമായി ഉംറയിൽ എത്തിയതും. ഉംറ നിസ്കാരത്തിന് ശേഷം തൊവാഫ് നിർവഹിക്കുന്നതിനിടെയാണ് ഇടിവെട്ടുന്നത് പോലെ വലിയ ശബ്ദം കേൾക്കുന്നത്. തെളിഞ്ഞ അന്തരീക്ഷം പെട്ടെന്ന് മൂടിക്കെട്ടിയെന്നും ആദ്യം ഒരു പൊടിക്കാറ്റാണ് ഹറം പള്ളിയിലേക്ക് ഒഴുകിയെത്തിയതെന്നും ഷാഹിനയുടെ മകൾ നേഷ്മ ഓർക്കുന്നു. ഇടിവെട്ടി പെയ്ത മഴയും ഹറം പള്ളിയിൽ അപകടത്തിൽപ്പെട്ടവരുടെ രക്തവും കൂടിയായപ്പോൾ അത് വല്ലാത്തൊരു കാഴ്ചയായി മാറി. നടുക്കം വിട്ടുമാറാതെ നേഷ്മ. പക്ഷെ സംഭവം നടക്കുമ്പോഴുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഫുൾ കാണുന്നത് താഴെ ഫുൾ ചോരയിൽ ആൾക്കാരിങ്ങനെ കിടക്കണമെന്നാണ്. അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് മനസ്സിലായിട്ടില്ല. പിന്നെയാണ് അറിഞ്ഞത് ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് ക്രെയിൻ ഇതായതാണ് എന്നുള്ളത്. അപ്പോൾ ഉള്ളിലുണ്ട് അതേപോലെ പുറത്തും അതിങ്ങനെ പാർട്ടായിട്ട് വീണ മേലെ നല്ല ഇതിൽ ലെങ്ത്തുള്ള ക്രെയിനാണല്ലോ. അപ്പോൾ അത് വീണപ്പോൾ പുറത്തുണ്ട് ഉള്ളിലുണ്ട്. ഉള്ളിലുള്ള ആൾക്കാർക്കാണ് ഇത് പറ്റിയത്. ഉംറയ്ക്ക് വന്നവരത് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ആരും മൈൻഡ് ആക്കണില്ല. അത്രയും തിരക്കായിരുന്നു. ഫ്രൈഡേ ആയതുകൊണ്ട് നല്ല തിരക്കുള്ള സമയമായിരുന്നു. ഉംറ വേഷത്തിലെത്തിയ ഹജ്ജ് തീർത്ഥാടകർ തൂവെള്ള വസ്ത്രത്തിൽ രക്തം പുരണ്ട പരിഭ്രാന്തരായി ഓടുന്ന കാഴ്ചയും ഷാഹിനയും കുട്ടികളും മറന്നിട്ടില്ല. ഷാഹിനയുടെ ഉപ്പയുടെ ജ്യേഷ്ഠനൊപ്പം ഹജ്ജിലേക്ക് പോയ സംഘത്തിലുള്ളതായിരുന്നു അപകടത്തിൽ മരിച്ച പാലക്കാട് സ്വദേശിനി മുഅമിന. 11 മണിയോടെ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ മലയാളി കുടുംബം മലപ്പുറത്തേക്ക് പോയി. മെക്കയിൽ നേരിൽ കണ്ട ദുരന്തത്തിന്റെ നടുക്കം വിട്ടുമാറാതെ ആദ്യത്തെ മലയാളി കുടുംബം കൊച്ചിയിലെത്തി. ക്യാമറാമാൻ വിനേഷ് നേതാജിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. അന്തരിച്ച പ്രശസ്ത മോഹിനിയാട്ടം കലാകാരിയും കലാമണ്ഡലം പ്രിൻസിപ്പലുമായിരുന്ന കലാമണ്ഡലം സത്യഭാമയ്ക്ക് കലാകേരളത്തിന്റെ യാത്രാമൊഴി. ഷൊർണൂരിലെ വീട്ടിലും കേരള കലാമണ്ഡലത്തിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. മുൻ സാംസ്കാരിക മന്ത്രിയും CPIM പൊളിറ്റ് ബ്യൂറോ അംഗവുമായ MA ബേബി വീട്ടിലെത്തിയാണ് അന്തിമോപചാരം അർപ്പിച്ചത്. കലാമണ്ഡലം ഗോപി, പെരുവനം കുട്ടന്മാരാർ, മുൻ ഗവർണർ K ശങ്കരനാരായണൻ തുടങ്ങിയ കലാസാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേരും ശിഷ്യരും അടക്കം വൻ ജനാവലി സത്യഭാമ ടീച്ചറെ അവസാനമായി കാണാനെത്തി. ഇന്ന് പുലർച്ചെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വൈകിട്ട് 5:30 ഷൊർണൂർ ശാന്തി തീരത്ത് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു.
കേരളം വൻ കടക്കണിയിലേക്ക് നീങ്ങുന്നതായി വിവരാവകാശ രേഖ. UDF ഭരണത്തിൽ സംസ്ഥാനത്തിന്റെ കടബാധ്യത വർദ്ധിച്ചത് ഇരട്ടിയോളമാണ്. വിവിധ ഏജൻസികൾക്ക് കേരളം നൽകാനുള്ളത് 1.5 ലക്ഷം കോടി രൂപയാണ്. പ്രതിവർഷം 10,000 കോടി രൂപ പലിശ ഇനത്തിൽ അടയ്ക്കുന്നതായും രേഖകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 4 വർഷത്തിനിടെ സംസ്ഥാനത്തിന്റെ കടബാധ്യതയിൽ ഇരട്ടിയോളം വർധനയുണ്ടായെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. 2010 70,000 കോടിയായിരുന്ന ബാധ്യത കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിച്ചപ്പോൾ 1,35,000 കോടിയും കടന്നു. OMB, LIC, GIC, നബാർഡ്, NCDC തുടങ്ങിയ ഏജൻസികൾക്ക് 10,000 കോടി രൂപയാണ് പ്രതിവർഷം പലിശ ഇനത്തിൽ അടയ്ക്കുന്നത്. വിവരാവകാശ പ്രവർത്തകൻ വേണു വാടാനപ്പള്ളി. ഏകദേശം വായ്പ എടുക്കുന്ന ഏജൻസികൾക്ക് വായ്പ ലഭ്യമാകുന്ന തുകയുടെ 35% പലിശ ഇനത്തിൽ പോകുന്നുണ്ട്. വാർഷിക ബജറ്റിന്റെ 10% വരുന്ന തുകയാണ് പലിശ ഇനത്തിൽ പ്രതിവർഷം ചെലവഴിക്കുന്നത്. ഇതിനു പുറമെ 52,000 കോടി രൂപ സംസ്ഥാനം കടപ്പത്രം വഴി സമാഹരിച്ചിട്ടുണ്ട്. നിലവിൽ 39,841 രൂപയാണ് ആളോഹരി കടം. ഓണക്കാലത്ത് കടമെടുത്ത തുകയും ചേർത്താൽ ബാധ്യതയുടെ കണക്കിൽ വൻ കുതിപ്പുണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തൃശൂർ.